ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഇതേ സമയം രാവിലെ ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉണർന്ന് വരുന്നുണ്ട്. മഴക്കോളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എപ്പോഴും ചൂടാണേ. രാവിലെ തന്നെ ഇപ്പം മുറ്റം തൂത്തിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചേ. ഈ ഒരു സമയത്തെന്ന് പറയുന്ന എല്ലാ വർഷവും ഈ ഒരു ദിവസം ഞാൻ മകരപ്പൊങ്കൽ ഇടുന്നതാണ് കേട്ടോ. പക്ഷേ ഈ വർഷം നമുക്ക് പൊങ്കലിട്ടുകൂടാ, മാമൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല, അതുകൊണ്ടാണേ. പിന്നെ മുറ്റമൊക്കെ വെള്ളം തളിച്ചിട്ട് കോലമൊക്കെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീട്ടിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോഴത്തേക്കും നല്ലോണം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയി പാല് വന്നു, അതെടുത്ത് അകത്ത് വെച്ചു. പത്രം വന്നു, അതും എടുത്ത് അകത്ത് വെച്ചിട്ട് പിന്നെ നമ്മളിനി അടുക്കളയിലോട്ട് കയറുവാണ്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബിസിയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് രാത്രി അങ്ങനെയുള്ള പരിപാടി എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയാണല്ലോ. അപ്പം ഇഡ്ഡലിയുടെ മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൈൻഡറിലാണ് കേട്ടോ അരച്ചത്. അപ്പം നല്ല ഒരു പൊങ്ങി വരുന്ന സോഫ്റ്റ് ഇഡ്ഡലിയുടെ മാവാണേ. ഇത് നമ്മൾ ഇഡ്ഡലി അരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോറും പച്ചരിയും കൂടെ ചേർത്താണ് കേട്ടോ അരച്ചേക്കുന്നത്. ചട്നിക്ക് വേണ്ടിയിട്ട് കുറേയേറെ ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത പച്ചമുളകുണ്ടല്ലോ, അതും കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം വടുകനെ അരച്ച് ചട്നി ഉണ്ടാക്കി. ഈ ഒരു ചമ്മന്തി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും ദോശയുടെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. ഈ ഒരു ഉണ്ട പച്ചമുളകുണ്ടല്ലോ, ഇപ്പം മിക്കവാറും സ്ഥലത്തൊക്കെ കിട്ടാറുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചില സ്ഥലത്തൊക്കെ നീളത്തിലുള്ള പച്ചമുളകുണ്ട്, അതിന് വലിയ എരിവൊന്നും കാണത്തില്ല. പക്ഷേ ഇതിന് നല്ല എരിവുണ്ട്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമ്മൾ ചട്നി തിളയ്ക്കാതെ നോക്കണം. അതൊക്കെ കഴിഞ്ഞ് അതങ്ങ് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് കൊടുത്തു. കുറേയേറെ ചുവന്നുള്ളി അരച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചട്നിക്ക് കടുക് പൊട്ടിക്കുമ്പം അരിഞ്ഞിട്ട് കടുക് വറുക്കത്തില്ല. ചുവന്നുള്ളി ഇല്ലാതെ തന്നെയാണ് നമ്മളിത് കടുക് പൊട്ടിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയോടെ കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.